എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്നവരുണ്ട്, ആദ്യമായി ശ്രദ്ധിക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാം കർത്താവിനാൽ ഈ പ്രോഗ്രാമിലേക്ക് കണക്റ്റ് ആകുന്നവരാണ്. ദൈവം ആകർഷിക്കാതെ പുത്രൻ്റെ അടുക്കൽ വരാൻ ആർക്കും കഴിയില്ലെന്ന് യേശു പറഞ്ഞു. ഇതുപോലെ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ ഹിതമാണ്. അതായത് തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് തന്നെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെല്ലണമെന്ന് ദൈവദൂതൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ഇറങ്ങിച്ചെന്ന് അരുളപ്പാട് കൊടുത്തു. ഇതുപോലെ ജീസസ് എവരിഡേ നിങ്ങൾക്കുള്ള ജീവിത വിജയത്തിനുള്ള, നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ദൈവവചന ധ്യാനം നിങ്ങളെ ഉദ്ധരിക്കും, മാനിക്കും, ഉയരങ്ങളിലെത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ അറിയാം? ദൈവവചനമാണല്ലോ പറയുന്നത്, 2 പരിശുദ്ധാത്മാവിലല്ലേ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ 100% ഉറപ്പാണ്. ഞങ്ങളെ കൈത്താങ്ങൽ ചെയ്യുന്ന, ഞങ്ങളോട് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന, പ്രൈസ് റിപ്പോർട്ടുകൾ പറയുന്ന എല്ലാവരും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ധ്യാനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ 9-ാം വാക്യം വരെയും കടന്നു വന്നു. ആ 9-ാം വാക്യത്തിൽ ത്രോവാസിൽ വെച്ച് പൗലോസ് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ മക്കദോനിയ എന്ന സ്ഥലത്തേക്ക് പോകാൻ, മാസഡോണിയ എന്ന സ്ഥലത്തേക്ക് പോകാൻ അവരുടെ കൂട്ടത്തിനൊരു വിളിയുണ്ടായെന്ന് പൗലോസ് മനസ്സിലാക്കി. പൗലോസ് ഒരു ലീഡറാണ്. പൗലോസിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്. ഒരു ലീഡർ ദർശനം കണ്ടില്ലെങ്കിൽ കൂടെയുള്ളവരെല്ലാം അവതാളത്തിലാകും. ഒരു ലീഡർക്ക് എപ്പോഴും ഒരു ദർശനം ആവശ്യമാണ്. ഒരു കുടുംബനാഥൻ ഒരു ശരിയായ ദർശനത്തിലല്ലെങ്കിൽ ആ കുടുംബം മുന്നോട്ട് പോകില്ല. കുടുംബനാഥൻ വേണ്ട രീതിയിൽ പ്രാർത്ഥനയിലും ദൈവിക ബന്ധത്തിലും അല്ലാത്തത് കൊണ്ട് സ്ത്രീകളാണ് പല കുടുംബങ്ങളിലും പ്രാർത്ഥിക്കുകയും ദർശനങ്ങളിലും വെളിപ്പാടുകളിലൂടെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് ആ സ്ത്രീ പറയുന്ന വാക്ക് ആ വീട്ടിൽ അവർ വില കൽപ്പിക്കാറും ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? കുടുംബങ്ങളൊന്നും വേണ്ട രീതിയിൽ മുന്നേറാൻ കഴിയാതെ പോകുന്നു. ഒരു വീടിൻ്റെ ലീഡർ ഒരു പിതാവാണ്, കുടുംബനാഥൻ. ആ ലീഡറാണ് ക്രിസ്തുവിൽ നിന്ന് ഈ വെളിപ്പാടിനെ സ്വീകരിക്കേണ്ടത്, ഈ ദർശനത്തെ സ്വീകരിക്കേണ്ടത്. കർത്താവേ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങയുടെ ഉദ്ദേശങ്ങൾ എന്താണ്? ഞാൻ ഏത് ഡയറക്ഷനിൽ തിരിയണം? ഞാൻ ഏത് നാട്ടിലാണ് പാർക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പ്ലാൻ എന്താണ്? അങ്ങനെയൊക്കെ ഡയറക്ഷനുകൾ തരണേ. അങ്ങനെ പറയുന്ന കുടുംബനാഥന്മാരുടെ എണ്ണം കുറവായതുകൊണ്ട് ഒരു സാധാരണ ജീവിതം നയിച്ച് വിശ്വാസ കുടുംബങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. പൗലോസ് ഒരു ലീഡറാണ്. അദ്ദേഹം വിവാഹിതനല്ല, എന്നാൽ തൻ്റെ കീഴിൽ ഒത്തിരി പേരെ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവർക്ക് പരാജയപ്പെടാൻ കഴിയില്ല. കാരണം അദ്ദേഹം ദർശനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മുന്നിൽ നിൽക്കുന്നവർ ദർശനങ്ങൾ കണ്ടിരിക്കണം. മുന്നിൽ നിൽക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരു ഇടയന് കാഴ്ചയുണ്ടാകണം. എന്നാൽ ആടുകൾക്ക് സുഗമമായിട്ട് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കും പോകാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും ദൈവിക ദർശനങ്ങളിൽ മുന്നോട്ട് പോകുന്നവരും ആയിത്തീരണം. നമ്മൾ എടുക്കുന്ന ഓരോ അബദ്ധങ്ങളും മറ്റുള്ളവരെ പോലും അബദ്ധത്തിൽ ചാടിക്കുമെന്നറിഞ്ഞ് വളരെ ഭക്തിയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരട്ടെ. അവിടെ വെച്ച് ത്രോവാസിൽ വെച്ച് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയിലേക്ക് കടന്നു വരിക, ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് 10-ാം വാക്യം, അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു.
ഞങ്ങൾ ഉടനെ മക്കെദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഒരാളാണ് ദർശനം കണ്ടത്, എന്നാൽ ആ കൂട്ടം മൊത്തം ഞങ്ങൾ. ഇത് എഴുതുന്നത് ലൂക്കോസാണ്. ലൂക്കോസ് എന്ന വൈദ്യനുണ്ട്, കൂടാതെ തിമോത്തിയോസുണ്ട്, ശീലാസുണ്ട്. ഇതുകൂടാതെ ഒത്തിരി പേര്, ഒരു വലിയ കൂട്ടമാണിവർ. എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടില്ല, മെയിൻ ആൾക്കാരുടെ പേരുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈ ഒരു കൂട്ടം യാത്ര ചെയ്യുകയാണ്. ഇവരുടെ യാത്രകളെല്ലാം വളരെ വിജയമായിരുന്നു. യാത്രയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവർക്ക് കല്ലേറുകൾ ഉണ്ടായിട്ടുണ്ട്, ക്രൂര മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും ഈ ദർശനപ്രകാരം മുന്നോട്ട് പോയ ലീഡറെ അവരെ ഒന്നും പറയുന്നില്ല. കാരണം ഇതെല്ലാം യാത്രയിൽ ദൈവം അനുവദിച്ചതാണ് എന്നവർക്ക് മനസ്സിലായി. ഇതിലൂടെയും എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്ന് അവർക്ക് ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒരു ദർശനം കണ്ടിട്ട് പരാതികളില്ലാതെ പോകുന്ന വഴികളിൽ വരുന്ന എല്ലാ കഷ്ടങ്ങളും സഹിച്ചാണ് ഇവർ കർത്താവിന് വേണ്ടി മുന്നോട്ട് പോയത്. അപ്പോസ്തല പ്രവൃത്തിയിലെ നമ്മുടെ പിതാക്കന്മാർ, അവർ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ജീവൻ പണയം വെച്ച് മുന്നോട്ട് പോയവരാണ്. അങ്ങനെ അവർ ഉടനെ മക്കെദോന്യക്ക് പുറപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ അവര് ഫിലിപ്പിയിലേക്ക് ചെല്ലുകയാണ്. ഈ മക്കെദോന്യ ഫിലിപ്പിയൊക്കെ ഒരേ സ്ഥലങ്ങളാണ്, അതിൻ്റെ ഓരോ പ്രദേശങ്ങളാണ്. അവരവിടെ ചെന്നു. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. ഈ ഒരു ദർശനമാണ് അവിടെ ഒരു വലിയ സഭയുണ്ടാകാൻ കാരണമായതും. ഫിലിപ്പിയ സഭ വലിയ സഭയായിരുന്നു എന്നും, ഏകദേശം ആ കാലത്ത് ഏറ്റവും വലിയ സഭ, 20,000-ഓളം പേര് കൂടി വന്നൊരു കൂട്ടായ്മയായിരുന്നെന്നും, തിമോത്തിയോസ് അതിൻ്റെ പാസ്റ്ററായി കുറേ കാലം ഉണ്ടായിരുന്നെന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നു. ഏത് ചരിത്രമെന്നൊന്നും എനിക്കറിയില്ല, പലരുടെയും പല ചരിത്രങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവർ മക്കെദോന്യയിലെ ഒരു സ്ഥലത്ത് ചെന്നു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിൽ, 13-ാം വാക്യം, ഗോപുരത്തിന് നിന്ന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ സ്ഥലത്ത് വരുന്നവരോട് സംസാരിക്കാം. പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരുന്നവർ ഭക്തിയുള്ളവരാണ്. ഭക്തിയുള്ളവർക്ക് പെട്ടെന്ന് ശരിയായ വഴിയിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. ഭക്തിയുള്ളവരെ ചതിക്കാൻ എളുപ്പമാണ്. ഭക്തിയുള്ളവരാണ് കൂടുതൽ മന്ത്രവാദങ്ങളിലേക്ക് പോകുന്നത്. ഭക്തിയുള്ളവരാണ് എല്ലായിടത്തും ഇങ്ങനെ അലയുന്നത്. അവർക്ക് ഈ അലച്ചിലും ഈ മന്ത്രവാദത്തിൻ്റെയും കാരണം അവർ ശരിയായ കാര്യം അറിയാത്തത് കൊണ്ടാണ്. കൊർന്നല്യോസ് ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവന് ദൈവത്തെ അറിയില്ലായിരുന്നു, എങ്കിൽ അവൻ കുടുംബമായിട്ട് നാളുകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ധാരാളം ധർമ്മങ്ങൾ കൊടുത്ത് ജീവിച്ച മനുഷ്യനുമാണ്. നല്ല മനുഷ്യനായി ജീവിച്ചു. ദൈവത്തെ ഭയപ്പെട്ടു. ദൈവം ആരാണെന്ന് അറിയില്ല. ഇന്ന് ദൈവത്തെ അറിയാവുന്നവർ കാണിച്ചു കൂട്ടുന്നത് എത്ര ഭീകരമാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിച്ചില്ല എന്ന് റോമാലേഖനത്തിൽ പറയുന്ന പോലെ, ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ അറിയാത്തവരെക്കാൾ എത്രയോ നന്നായി ജീവിക്കണം. ഇവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടോ എന്ന് നോക്കുകയാണ്. പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഭക്തിയുള്ള മനുഷ്യർ വരും. ഭക്തിയുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് ദൈവവചനം കേൾക്കുമ്പോൾ കണക്ഷൻ ഉണ്ടാകും. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭക്തിയുള്ളവരാണ് കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് വരാറുള്ളൂ. ഭക്തിയുള്ളവരോട് പറഞ്ഞാൽ ഉടനെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഭക്തിയില്ലാത്തവർക്കും കർത്താവിനെ അറിയുമ്പോൾ ഭക്തി ഉണ്ടാകാറുണ്ട്. എന്നാൽ ഭക്തിയുള്ളവർ കൂടുതൽ ദൈവസന്നിധിയിൽ വന്നാലും ആക്റ്റീവായിരിക്കും. ഏത് മതങ്ങളിൽ നിന്നും കർത്താവിലോട്ട് വരുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല അവരായിരുന്ന പല മാർഗങ്ങളും വളരെ തീവ്രതയുള്ള ഭക്തിയുള്ള മാർഗങ്ങളായിരുന്നു. അതിൽ നിന്ന് കർത്താവിലോട്ട് വരുമ്പോൾ അവർ കൂടുതൽ ഭക്തിയുള്ളവരായി മാറും. ഭക്തി എന്നുള്ളത്
ജീവിതത്തിലുള്ള ഒന്നായിരിക്കും. കുടുംബമായിട്ട് അവരിലുണ്ട്. അപ്പനമ്മമാര് മുതലേ ഭക്തിയുള്ള കുടുംബങ്ങൾ. സത്യമറിയില്ലെങ്കിലും ഭക്തിയുള്ളവരാണ്. അങ്ങനെയുള്ളവർ കർത്താവിലോട്ട് തിരിയാൻ എളുപ്പമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 13 അവർ സ്ത്രീകളോട് സംസാരിക്കുകയാണ്. പുഴവക്കത്തിരുന്ന ഉടനെ 14 വാക്യത്തിൽ തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചോ? ദൈവഭക്തയായ സ്ത്രീ. അവൾ സമ്പന്നയാണ്, വലിയ ബിസിനസ്സുകാരിയാണ്. അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഒരു ദർശനം കണ്ടിറങ്ങിയതാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ രാജ്യത്ത് ആദ്യമായിട്ട് കാലുകുത്തിയതാണ്. എന്നാൽ അവരടങ്ങിയിരുന്നില്ല. ഭക്തിയുള്ളവരെ അന്വേഷിച്ച് നടന്നു. ഭക്തിയുള്ളവരെവിടെയാണോ ആ വഴിക്ക് തിരിഞ്ഞു. സുവിശേഷം അറിയിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് പറയുന്നവരെ, നിങ്ങൾ പിന്നത്തേക്ക് വെക്കരുത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുമ്പോഴാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. ഭക്തയായ സ്ത്രീ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. 15 വാക്യം. അതിനുശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. അവർക്ക് പാർക്കാനിടമില്ല, അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. എങ്കിലും ദൈവം ഒരു ദർശനം കൊടുത്തു. അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടായിട്ടല്ല അവർ വന്നത്. അവർക്ക് ബന്ധങ്ങളുണ്ടായിട്ടല്ല വന്നത്. ഞങ്ങൾക്ക് ഒത്തിരി കണക്ഷനുണ്ട്. ഒരു കണക്ഷനും ഇല്ല. ആകെ കണക്ഷൻ സ്വർഗത്തിലോട്ടാണ്. ഇതിപ്പോൾ വന്ന് മനുഷ്യരായിട്ട് ഭയങ്കര കണക്ഷനാണ്. മുകളിലോട്ട് യാതൊരു കണക്ഷനും ഇല്ല. അങ്ങനെയുള്ളവർ എവിടെ പോയാലും വിജയിക്കണമെന്നില്ല. എന്നാൽ ദൈവത്തോട് കണക്ഷനുള്ള പൗലോസും കൂട്ടരും അവിടെ വന്നപ്പോൾ അവർക്ക് വേണ്ട വ്യക്തികളെ കർത്താവ് കണക്റ്റ് ആക്കുന്നത് കണ്ടോ? ലുദിയ എന്ന സ്ത്രീ, ഒരു ബിസിനസ്സുകാരിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവൾ കുടുംബമായി സ്നാനപ്പെട്ടു. അവളുടെ വീട്ടിലേക്ക് താമസിക്കുവാൻ, അവളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനല്ല വിളിച്ചത്, വന്ന് പാർക്കാനാ പറഞ്ഞത്. ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെ മുഴുവനും പാർപ്പിക്കാൻ പറ്റിയ വിശാലമായ ഒരു ഭവനം അവൾക്കുണ്ടായിരുന്നു. അവിടേക്ക് പോയി. ഇതുപോലെ നീ കർത്താവിന് വേണ്ടി മുന്നോട്ട് പോയാൽ നിനക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ വൻമാളികകൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നീ മുന്നോട്ട് പോകണം. കർത്താവിൻ്റെ വേലയിലാണോ? പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദൈവിക ദർശനപ്രകാരം പ്രാർത്ഥനയിലൂടെയാണോ നീ മുന്നോട്ട് പോകുന്നത്? നീ പോകുന്നിടത്ത് നിനക്ക് വലിയ വഴികളും വലിയ വേദികളും വലിയ ബന്ധങ്ങളുമെല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്ന, കർത്താവിൻ്റെ വേല ചെയ്യാൻ കൊതിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കുക, ദർശനങ്ങൾ പ്രാപിക്കുക. ഒന്നുമില്ലെങ്കിലും മുന്നോട്ട് പോവുക. ദൈവം കണക്ട് ചെയ്യേണ്ടവരെ എല്ലാം കണക്ട് ചെയ്യും. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളിന്ന് കേട്ടതുപോലെ ചിന്തിച്ചിരിക്കാതെ മുന്നോട്ട് ദൈവിക ദർശനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് മുന്നോട്ട് പോകാനുള്ള ശരിയായ നിയോഗങ്ങൾ പ്രാപിച്ചു പോകുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ. ഡിസംബർ മാസത്തിൽ വലിയ ദർശനങ്ങൾ പ്രാപിച്ച് വരുന്ന വർഷത്തിൻ്റെ ആരംഭം മുതൽ ശക്തമായ പിന്തിരിയാത്ത ഒരു മുന്നേറ്റം ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടാകട്ടെ. ഭക്തിയുള്ളവരെ കർത്താവ് കണക്ട് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. ജ്ഞാനവും വിവേകത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടമായി ഈ കുടുംബങ്ങളെ അങ്ങ് തീർക്കണം. കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകുമല്ലോ. ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും പുറത്തു വരട്ടെ. അത്ഭുതങ്ങൾ കണ്ടവർ അത്ഭുത പരവശരായി തീരട്ടെ. സൗഖ്യങ്ങൾ അവരുടെ വീട്ടിലുണ്ടാകട്ടെ. സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കണ്ണു തുറക്കലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക.
ദർശനങ്ങൾ പ്രാപിക്കുക, ഒന്നും കാണാതെ മുന്നോട്ട് പോവുക. ദൈവം കണക്ട് ചെയ്യേണ്ടവരെ കണക്ട് ചെയ്യും. അതാണ് ഇന്നത്തെ സന്ദേശം. ഈ സന്ദേശം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർക്കും അത് പ്രയോജനപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കമൻറ്റ് ബോക്സിൽ ഇടുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഞങ്ങളത് പ്രാർത്ഥനയായിട്ട് എടുത്തുകൊള്ളാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.